ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇവിടെ ടി.കെ. കോളനി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. നിലമ്പൂർ പൂക്കോട്ടുംപാടം വഴി, അതായത് മലപ്പുറം ജില്ല കേട്ടോ. കാരണം ഇവിടെ ഒരു പുഴയുണ്ട്, നല്ല രസമാട്ടോ. അതിൽ കനാലും കുടിവെള്ളത്തിനൊക്കെ പോണ കനാലൊക്കെയാണത്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ മഴക്കാലമാകുമ്പോൾ നല്ല നിറച്ച് വെള്ളം വരും കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ നീന്തി വരുന്ന ഒരുപാട് റീൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോസൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊക്കെ തന്നെ, ഞങ്ങളത് ഇവിടെ അമരമ്പലം ഒക്കെ ഏരിയയിലാണ്. പക്ഷെ ഞങ്ങളങ്ങനെ വല്ലാതെ വേനലാകുമ്പോൾ ഞങ്ങൾ വരലുണ്ട്. അവിടെ നാട്ടിലൊന്നും വെള്ളമില്ലാത്തപ്പോൾ ഞങ്ങൾ ഇവിടെ വരും കുളിക്കാനും ഇതിനൊക്കെ. പക്ഷെ മഴക്കാലത്ത് ഞങ്ങൾ അങ്ങനെ വരലില്ല. കാരണം മഴക്കാലത്ത് ഈ പുഴ എപ്പോഴാണ് പുഴയിൽ വെള്ളം വരിക എന്ന് പറയാൻ പറ്റില്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഏറ്റവും കൊണ്ടുപോയിട്ട് പുഴയ്ക്ക് ഇറങ്ങേണ്ട പറഞ്ഞ പോലെ എന്തായാലും നിൽക്കില്ല. അപ്പോൾ ഞാനും അനിയനും മോനൊക്കെ കൂടിയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട്, അപ്പോൾ ഇവിടെ പോണ ഈ സ്ഥലം തന്നെ നല്ല രസമാട്ടോ. കണ്ടില്ലേ നിങ്ങൾ? നല്ല പച്ചപ്പും ഇതിൽ കമുങ്ങ്, തെങ്ങ്, റബ്ബർ ഇതന്നെ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു വരയുള്ളൂ. വലിയ അങ്ങാടിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ തണുപ്പ് ഉള്ളൊരിതാണ്. അപ്പം മലയും ഒക്കെയാണ് കേട്ടോ അതിൻ്റെ അടുത്ത്. ഇതിൻ്റെ നേരെ മുകളിൽ മല, ആ മലയിൽ നിന്നാണ് നേരിട്ട് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ എന്താ ചോദിച്ചാൽ മലക്ക് മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം വരും കേട്ടോ. അപ്പോൾ പുഴയ്ക്ക് ഇറങ്ങണതൊരു വല്ലാത്തൊരു ഇതാണ്. എനിക്ക് പേടിയെന്നെ സംബന്ധിച്ച്, ഞാൻ പുഴയ്ക്ക് ഇറങ്ങൂല. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഇവിടെ എത്തിയിട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇതാണ് ടി.കെ. കോളനിയിൽ നമ്മൾ ആ കാണുന്ന ആ കനാൽ കണ്ടല്ലോ. ആ കനാലിലൂടെ ഇങ്ങനെ വരും വെള്ളം. ആ വെള്ളം ഇപ്പോൾ എന്താ വെച്ചാൽ വേനലാകുമ്പോൾ അധികം ഉണ്ടാവില്ല. ഇതിൽ കൂടെ ഇങ്ങനെ പിന്നെ മഴക്കാലം ആകുമ്പോഴാണ് തോനെ വെള്ളം വരിക കേട്ടോ. ഇത് കണ്ടില്ലേ, എത്ര ആളാണ് ഇതിൽ നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കുളിക്കാൻ. അങ്ങനെ ഈ ജനങ്ങളൊക്കെ നിൽക്കുക. അതിൻ്റെ അടിയിൽ എപ്പോഴെങ്ങാനും വെള്ളം വന്നാൽ കഴിഞ്ഞു കേട്ടോ കഥ. അങ്ങനെ എത്രയോ പേരാണ്, കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ട്. നീന്താൻ അറിയണമെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ ഇപ്പോൾ വെള്ളമില്ലാണ്ടല്ല, ഇപ്പം മലയിൽ മഴ പെയ്താൽ ഇങ്ങോട്ട് വെള്ളം വരും. അപ്പോൾ നമ്മളെന്താണ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും നല്ല ശ്രദ്ധ വേണം കേട്ടോ. ഇവിടെ ഒന്നും ആരും രക്ഷപ്പെടുത്താണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ആട്യമ്പാറ അതേമാതിരി വേറെ വാട്ടർഫാൾസിലൊക്കെ പോകുമ്പോൾ അവിടെ എന്താ വെച്ചാൽ അതിന് സുരക്ഷിതമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും രക്ഷപ്പെടുത്താനൊക്കെ. പക്ഷേ ഇവിടെ അതില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ആൾക്കാരങ്ങനെ പോകണം. ഈ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി അഥവാ അതായാലും ഇതിനൊരു അരുവിലാണ്, കണ്ടില്ലേ? അപ്പം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കയറി രക്ഷപ്പെടാം. ഇത് നടുവിലൊക്കെ നിൽക്കുമ്പോഴത്തെ അവസ്ഥ എന്താ നല്ല വെള്ളച്ചാട്ടം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഒരു വരവുണ്ടല്ലോ, അത് വല്ലാത്ത വൈബാട്ടോ കാണാൻ. അപ്പം ഞാൻ ഇതിലങ്ങോട്ട് ഇവിടേക്കൊക്കെ വരുന്നവർ പ്രത്യേകം എന്താ വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങാതെ ഇതൊക്കെ കണ്ട് കനാലിലൊക്കെ വേണമെങ്കിൽ കുളിച്ചൊക്കെ പോകാം. പക്ഷെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ മഴ ഏത് ടൈമിന് ഈ പുഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എപ്പോഴാണ് മലയിൽ മഴ പെയ്യണമെന്നും മലയുടെ വെള്ളം എപ്പോഴാണ് ഒന്നായിട്ട് കുത്തിയൊലിച്ച് വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒന്നും ഞായറാഴ്ചയൊക്കെ ആയാൽ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞത്, ശനിയും ഞായറും. അപ്പോൾ എന്താണെന്നോ, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധ വേണം. കാണാനൊക്കെ നല്ല രസവും. നമുക്കുണ്ടല്ലോ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ വെച്ചാൽ മനസ്സിനൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ഈ വഴിക്ക് വരുന്നവരൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോണത് നല്ലതാണ്. പക്ഷെ വെള്ളത്തിലിറങ്ങരുത് കേട്ടോ ഒരിക്കലും. വെള്ളത്തിലിറങ്ങിയെങ്ങാണ്ട് നമ്മൾ കുട്ടികളത് കണ്ടോ, ഇതിൻ്റെതായ ചെക്കന്മാർ നീന്തുന്നുണ്ട്, കുളിക്കണമൊക്കെ ഉണ്ട്. കാണുമ്പോൾ ഇവിടെ വെള്ളം അധികമല്ല, പക്ഷേ ഇതിന് ഭയങ്കര ആയാട്ടോ. ഓരോ കുണ്ടിലും നല്ല ആയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് കാണുന്നുള്ളൂ. വേണ്ട ഈ ചെക്കൻ പാലത്തുമെന്നാണ് ഈ ചാടുന്നത്. നോക്കി നിങ്ങൾ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം